ഇന്ത്യയും കാനഡയും തമ്മിൽ 2 വർഷത്തോളം നീണ്ടുനിന്ന കലഹങ്ങൾക്ക് ഒടുവിൽ തിരശ്ശീല വീഴുകയാണ്. നയതന്ത്ര തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും ഊഷ്മളമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ അതിവേഗം പൂർത്തിയാക്കാൻ കാനഡ തയ്യാറായി. ആഗോളതലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വ്യാപാര നയങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കാനഡയുടെ ഈ പുതിയ നീക്കം. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന G20 ഉച്ചകോടിയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയാണ് ഈ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയത്. മുടങ്ങിക്കിടന്ന വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇരു നേതാക്കളും ധാരണയിലെത്തിയിരുന്നു. ഈ നടപടികൾ കാലതാമസം കൂടാതെ പൂർത്തിയാക്കാൻ ഇരു നേതാക്കളും കർശന നിർദ്ദേശവും നൽകി. ഇതിന്റെ ഭാഗമായി അടുത്ത വർഷം ആദ്യം തന്നെ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്ത്യ സന്ദർശിക്കും. ജൂണിൽ കാനഡയിലെ സറയിൽ വെച്ച് സിഖ് ആക്ടിവിസ്റ്റ് ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കാനഡ ഇന്ത്യക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയത്. ഇതേ തുടർന്ന് 2023 വ്യാപാര ചർച്ചകൾ കാനഡ നിർത്തിവച്ചിരുന്നു. നിജാർ വധക്കേസിൽ 4 ഇന്ത്യൻ പൗരന്മാർ കാനഡയിൽ വിചാരണ നേരിടുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ജൂണിൽ ആൽബർട്ടയിൽ നടന്ന G7 ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി മോദിയെ കാനഡ ക്ഷണിച്ചതോടെയാണ് മഞ്ഞുരുകി തുടങ്ങിയത്. തുടർന്ന് ഓഗസ്റ്റിൽ 2 രാജ്യങ്ങളും തങ്ങളുടെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുനഃസ്ഥാപിക്കാനും തീരുമാനിച്ചു. ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമായാൽ ഊർജം, കൃഷി, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലാകും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുക. കാനഡയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് പയറുവർഗ്ഗങ്ങളാണ്. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയിൽ കാനഡയ്ക്ക് വലിയ പങ്കുണ്ട്. ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ഊർജ ആവശ്യങ്ങൾക്കായി കാനഡയിലെ യുറേനിയം, പൊട്ടാഷ് എന്നിവയുടെ ഇറക്കുമതി നിർണായകവുമാണ്. കനേഡിയൻ പെൻഷൻ ഫണ്ടുകൾ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വൻതോതിൽ നിക്ഷേപം നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ബന്ധത്തിലെ ഏറ്റവും വലിയ കണ്ണി കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. കാനഡയുടെ വിദ്യാഭ്യാസ മേഖലയുടെ വലിയൊരു വരുമാന സ്രോതസ് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. നയതന്ത്ര ബന്ധം വഷളായത് വിസ നടപടികളെ ബാധിച്ചിരുന്നു. പുതിയ നീക്കം വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും വലിയ ആശ്വാസമാകും. മുൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറും സാമ്പത്തിക വിദഗ്ധനുമായ മാർക്ക് കാർണി രാഷ്ട്രീയത്തെക്കാളുപരി സാമ്പത്തിക നേട്ടങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. വികാരപരമായ വിഷയങ്ങളിൽ തട്ടിനിൽക്കാതെ പ്രായോഗികമായ വ്യാപാര ബന്ധം വളർത്താനാണ് അദ്ദേഹത്തിന്റെ ശ്രമം. അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കാനാണ് കാനഡയുടെ പുതിയ തീരുമാനം. നിലവിൽ കാനഡയുടെ കയറ്റുമതിയുടെ 75% അമേരിക്കയിലേക്കാണ്. അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാലാണ് കാനഡ പ്ലാൻ ബി എന്ന നിലയിൽ ഇന്ത്യയെ സമീപിക്കുന്നത്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള നീക്കവും കനേഡിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്. ഈ അപകടം മുൻകൂട്ടി കണ്ടാണ് 75% വരുന്ന അമേരിക്കൻ ആശ്രിതത്വം കുറയ്ക്കാൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ശ്രമിക്കുന്നത്. ഇന്ത്യയ്ക്ക് പുറമെ ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും കാനഡ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം നടന്ന ഏഷ്യ പസഫിക് ഉച്ചകോടിയിൽ വച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും മാർക്ക് കാർണിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഏതാണ്ട് 2030 ഇരട്ടിയാക്കി $50 ബില്യൺ അമേരിക്കൻ ഡോളർ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ചരക്കുകളിലും സേവനങ്ങളിലും ഇന്ത്യയുടെ 7ാമത്തെ വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് കാനഡ. ഇതിനെല്ലാം പുറമെ ആഗോള സമ്പദ് വ്യവസ്ഥയിലെ വെല്ലുവിളികൾ നേരിടാൻ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ഇന്ത്യയുമായുള്ള സഹകരണം കാനഡയ്ക്ക് ഉറപ്പാക്കിയേ മതിയാകും.
അതുകൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ കാനഡയെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം.